അങ്ങനെ ഈ ശില്പങ്ങൾ ഇന്ത്യ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ACC അംഗം രമേശ് ചെന്നിത്തല ഒരു വിദേശ വ്യാവസായിക ഇതേപ്പറ്റി എല്ലാം അറിയാം, അന്താരാഷ്ട്ര ഒരു റാക്കറ്റ് കരിഞ്ഞന്ത പെട്ട ഒരു പുരാവസ്തു കരിഞ്ഞന്ത ടീമാണിത് കൈകാര്യം ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല അങ്ങനെ പറയത്തില്ല, കാരണം എങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ വിവരം കിട്ടുമല്ലോ, സോണിയാഗാന്ധിയുടെ സഹോദരി ആയിരുന്നെങ്കിൽ. പക്ഷേ അത് എന്തായാലും രമേശ് ചെന്നിത്തല പറഞ്ഞതൊക്കെ ചീറ്റിപ്പോയി. അതുകൊണ്ട് പ്രത്യേകിച്ച് അന്വേഷണത്തിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആകെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണി എന്ന് പറയുന്ന ആളുടെ ഗോഡൗണിൽ കെട്ടിവെച്ചിരുന്ന അഷ്ടദിക്പാലകരുടെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ തിരിച്ച് ശബരിമല ഗോഡൗണിൽ എത്തിയെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അല്ലാതെ ശ്രീ ചെന്നിത്തലയെ കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ കാര്യങ്ങൾ CBI എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്രൈം സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. അവരന്വേഷിച്ചാലേ മതി ആവൂ എന്ന് സുപ്രീം കോടതിക്ക് പോലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഹൈക്കോടതി ജഡ്ജിമാരുടെ ചുമതല. എന്തായാലും ഈ ജഡ്ജിമാരെല്ലാവരെക്കാളും കൂടുതൽ അയ്യപ്പൻ ആവേശിച്ചിരിക്കുന്നത് ബദറുദ്ദീൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയിലാണെന്ന് തോന്നുന്നു.